ഐഫോൺ എക്സിന്റെ മദർ ബോർഡ് കേട്ടോ. കംപ്ലൈന്റ് വീഡിയോ മെയിൻ ഷോട്ട് അല്ല, വീഡിയോ ബൂസ്റ്റാണ് ഷോട്ട്. ഞാൻ കാണിച്ചതാണ്. വീഡിയോ ബൂസ്റ്റ് പോകുന്ന ഒരു ഐ സി ആണ്. വീഡിയോ ബൂസ്റ്റിന്റെ ഈ ഐ സി ഒരു കാരണവശാലും ഷോർട്ട് ആവില്ല. ഒരു കാരണവശാലും ഷോർട്ട് ആവില്ല. ഷോർട്ട് ആവുക വളരെ റയറാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഐ സി പൊക്കാനോ ചെയ്യാൻ നിൽക്കരുത്. കാരണം കപ്പാസിറ്റി ആയിരിക്കും ഷോർട്ട് വരിക. ആ കപ്പാസിറ്റി റിമൂവ് ചെയ്യണം. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതെന്ന് വെച്ചാൽ പെരുന്തൽമണ്ണ ഞാൻ വർക്കിന് കയറിയ സമയത്ത് എനിക്ക് ഐഫോൺ വർക്കൊന്നും അറിയില്ല. ഞാൻ പഠിച്ചത് ആൻഡ്രോയിഡ് വർക്കാണ്. ആൻഡ്രോയിഡ് വർക്ക് പഠിച്ചത് നേരെ ഐഫോണിൽ വന്നിക്കണേ. ഐഫോണിന്റെ അപ്ഡേഷൻ കോഴ്സോ ഒന്നും ഞാൻ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ സമയത്ത് എനിക്ക് ഇതേ കംപ്ലൈൻറ്റ് സെയിം സിറ്റുവേഷൻ കംപ്ലൈൻറ്റ് വന്നു. ഞാൻ എന്തെങ്കിലും ഐ സി റിമൂവ് ചെയ്തു. ഐ സി റിമൂവ് ചെയ്ത് വേറെ ഐ സി ഇട്ടു. ഷോർട്ട് പോയില്ല. അത് ZW ഇല്ല, ബോർഡിനും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ തട്ടുകൂട്ടി എനിക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു കപ്പാസിറ്റി കണ്ടുപിടിച്ചു. സെറ്റ് ഷോർട്ട് പോയി. പക്ഷെ സെറ്റ് എന്തെങ്കിലും ഐഫോൺ എക്സിൽ ബോർഡ് ഇൻ്റലും കേൾക്കുമ്പോൾ വരുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് ഓണാക്കാം. ഓണാക്കിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഓണാക്കാം. പക്ഷേ ഇൻ്റലാകുമ്പോൾ എന്ത് ചെയ്യും, അത് ഓണാവില്ല. പവർ സപ്ലൈയിൽ 60 അല്ലെങ്കിൽ 70 50 സ്റ്റക്ക് ആയി നിൽക്കും. അതിന് മുകളിലേക്ക് എടുക്കില്ല. അത് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ഷോർട്ട് ചെയ്ത് കൊടുക്കണം. ആ പോയിന്റ് ഷോർട്ട് ചെയ്ത് നമുക്ക് ഓണാകാൻ മനസ്സിലാവുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് അറിവോ ഒന്നുമില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞ ആളില്ല. ഒരുപാട് ടെക്നീഷ്യന്മാരോട് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. ആരും ഇതിനെക്കുറിച്ച് സൊല്യൂഷൻ പറഞ്ഞിട്ടൊന്നുമില്ല. അവസാനം അതിൻ്റെ റിട്ടേൺ ഞാൻ കൊടുക്കേണ്ടി വന്നു. എനിക്ക് നന്നാക്കാൻ കഴിയില്ല. റിട്ടേൺ കൊടുത്ത സമയത്ത് ആ കസ്റ്റമർ വളരെയധികം തളർത്തി. കാരണം നമുക്ക് പണി അറിയില്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്, അങ്ങനെ ഉണ്ട്. അത് ഈ ഫീൽഡിൽ സ്വാഭാവികം ഉണ്ടാകുന്നതാണ്. നമ്മൾ റെഡിയാക്കാത്ത കേസ് മറ്റുള്ളവർ വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ വരും. അത് പോയത് പെരിന്തൽമണ്ണ ഗൾഫ് ഫോണിക്കാണ്. അവിടെ അൻവർ വരുന്ന ടെക്നീഷ്യൻ ഉണ്ട്. അയാളെ നമ്മളെ ഒപ്പിച്ച് അയാൾ വിളിച്ചു. അയാളും അതിൻ്റെ നെഗറ്റീവ് അടിച്ചു തന്നെ. പണി ചെയ്യാൻ നിൽക്കരുത്, അങ്ങനെ ക്ലീനാക്കി ബാറ്ററി കണക്ട് കൂട്ടി അത് ചെയ്യാൻ. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഗൾഫ് ഫോണത്തെ വർക്ക് റെഡി ആക്കാൻ കഴിയില്ല പറഞ്ഞ വർക്കാണ് തിരിച്ചിട്ട് കയറ്റി ആ വർക്ക് ഞാൻ റെഡിയാക്കി. അപ്പോൾ അന്ന് എനിക്ക് ഞാൻ വളരെയധികം മനസ്സിലാക്കിയതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു. ഇത് റെഡിയാക്കാൻ എങ്ങനെ റെഡിയാക്കണം, ഏതൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ച് ഞാൻ ആൾക്കാരോട് ചോദിച്ച് പഠിച്ച് വർക്ക് സെറ്റാക്കി. അപ്പോൾ ഇന്നലെ നാളെ നിങ്ങളും ഒരു ടെക്നീഷ്യനായി മാറുമ്പോൾ, നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ച ടെക്നീഷ്യനായി മാറുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. എല്ലാം തികഞ്ഞ ഒരു ടെക്നീഷ്യൻ ഇന്ന് ഈ ലോകത്തില്ല. ഒരാൾക്ക് കുറച്ച് അറിവുണ്ടെങ്കിൽ മറ്റൊർക്ക് ചിലപ്പോൾ അതിലെ വേറെ അറിവേക്കണം. എല്ലാവർക്കും ഒരേപോലെ ആവില്ല. ഇന്ന് പുതിയ കംപ്ലൈൻറ്റ് എത്തും, നാളെ വേറെ കംപ്ലൈൻറ്റ് പുതിയ വരികയാണ്. ഇത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും മറ്റുള്ള ടെക്നീഷ്യനെ നെഗറ്റീവ് അടിച്ച് തളർത്താനോ നിൽക്കരുത്. എന്നെക്കൂടെ കഴിയുന്നില്ല നിങ്ങൾ റിട്ടേൺ പാക്ക് ചെയ്യാം, കഴിയുന്നില്ല കേട്ടോ. അതല്ല ഇനിയിപ്പോൾ ആ റിട്ടേൺ പോകണം കേസ്, എന്തുകൊണ്ട് റിട്ടേൺ പോയി, എങ്ങനെ റെഡിയാക്കണം, അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കണം നമ്മൾ. അത് അങ്ങനെ ആയിരിക്കണം. ഓക്കെ. പിന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്സാണ്. നമ്മളിവിടെ ZW ഓപ്പൺ ആക്കുക. ബാക്കി ഈ കപ്പാസിറ്റി ഷോർട്ടാകുമ്പോൾ ഹീറ്റാവും. നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു പോയിന്റ്, ഇതൊരു മിഡിൽ ലെയറിലേക്ക് പോയിന്റ് കൊണ്ട് അല്ലേ. ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഡ് ചെക്ക് ചെയ്യണം. ബ്ലാക്ക് ഗ്രൗണ്ടിലും റെഡ് ഈ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഐ സി ഹീറ്റ് ആവുക. ഐ സി ഹീറ്റ് ആവാതെ തന്നെ ഏത് കപ്പാസിറ്റർ ആണോ ആ കപ്പാസിറ്റർ ആണോ ഹീറ്റ് ആവും. അതാണ് കാണിച്ചു തരാൻ നോക്കുന്നത്.
അപ്പോൾ അവിടെ ഐ സി ആയോ ഇല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ചെയ്യണം. ബാറ്ററി കറണ്ട് ചെക്ക് ചെയ്തത് ആ പോയിന്റ് ഏതാണോ ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ റെഡും ബ്ലാക്കും വെച്ചിട്ട് ഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഏത് കപ്പാസിറ്റർ ഹീറ്റ് അത് ഹീറ്റ് ആവും, ഐ സി ഹീറ്റ് ആവില്ല. ഇപ്പോൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്യാം. കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടോ അടുത്ത് ഷോർട്ടിന് ചെയ്യാം. ഷോട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യക്ക് എടുക്കാൻ വേണ്ടി മാറ്റം വെച്ചാൽ ഇന്ത്യയിലാകുമ്പോൾ ആണോ അവിടെ 57 ഉണ്ടോ, 57 ഫ്രണ്ട് ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് വെക്കും, അത് അങ്ങോട്ട് എടുക്കൂല. കേൾക്കാൻ വേണ്ടി സെറ്റ് ഓൺ ആവും. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റ് എന്ത് ചെയ്യാം, ഇനി ഇതേപോലെ എടുക്കുക. എടുത്തില്ലേ, അപ്പോൾ സെറ്റ് ഓണായി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെറ്റ് വർക്കിംഗ് ആണ് മനസ്സിലായില്ലേ. പിന്നെ എന്ത് ചെയ്യാം, നീ ഐസോക്കറ്റിൽ ചെക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബോർഡ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇന്ത്യനും കേൾക്കോമും മനസ്സിലാവണം. കേൾക്കോം ഓണോ ഇന്ത്യനും ഓണാവില്ല. ഓണാണെങ്കിൽ മോണിൽ ഷോട്ട് കേൾക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? കാണിച്ചത് ഈ ഒരു പോയിന്റും ഗ്രൗണ്ടും വെച്ചിട്ടാണ് നമുക്ക് ഓണാണെന്ന് മനസ്സിലായി. അതല്ല ഇനി നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് അടിപൊളി ഇടാതെ ഐസോക്കറ്റിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഐസോക്കറ്റിൽ ഉണ്ടാവുന്നില്ല. ഐസോക്കറ്റിന് ഏകദേശം 12-13 രൂപ റേറ്റ് വരുന്നുണ്ട്. ഒരു ഷോപ്പിൽ പോകുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് അടിപൊളി ഇടാതെ തന്നെ ആ ഫോൺ ഓൺ ആവുണ്ടോ ഇല്ല അറിയാനുള്ള ഒരു ഏറ്റവും ടിപ്സാണ്. ഇതിൽ ബോർഡ് ID ആണല്ലേ, ഇത് ഉണ്ട്. ഈ ഒരു നമുക്ക് ഇവിടുന്ന് നേരെ ഈ ഒരു പോയിന്റ് കൊണ്ട് ജമ്പർ ഇടാം. അത് കാണിച്ചിടാം. അല്ലേ, ഞാനിപ്പോൾ ആ ബോർഡ് കഴിഞ്ഞ് നേരെ ആ ഒരു പോയിന്റിലേക്ക് ജമ്പർ ഇട്ടു. ഇനി നമുക്ക് സെറ്റ് ഓൺ ആവുണ്ടോ ഇല്ല നോക്കാം. ആയിക്കോട്ടോ, ആണല്ലേ. ഐസോക്കറ്റും വേണ്ട, മിഡിലെ ഫിക്സ് ചെയ്യാൻ വേണ്ട, ഈ രീതിയിൽ സെറ്റ് ഓൺ ആക്കി. അപ്പോൾ ഐഫോണിന് എക്സിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ രീതി ചെയ്ത് നോക്കുക. അല്ലേ, ഫുള്ളായി. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ?